നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ്. LDF-ലെ TM ശശി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ CPM-ലെ K സുരേഷ്. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അപ്രതീക്ഷിതമായി UDF. LDF-നും UDF-നും തുല്യ സീറ്റുള്ള പഞ്ചായത്തിൽ ഒരു LDF അംഗം UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി BJP-ക്ക് പ്രസിഡന്റ് സ്ഥാനം. STPI പിന്തുണയോടെ കാൽനൂറ്റാണ്ട് LDF ഭരിച്ച ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ. പെരിങ്ങോട്ടുകുരിശിയിൽ ചരിത്രത്തിലാദ്യമായി ഇടത് പ്രസിഡന്റ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സ്റ്റേഷനിലെത്തിയ എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 9 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് പിടികൂടിയത് റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ. വാർത്തകൾ വിശദമായി. TM ശശി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TM ശശി പല്ലശ്ശേന ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം CPM-ന് ഭരണം നഷ്ടപ്പെടാത്ത ജില്ലാ പഞ്ചായത്താണ് പാലക്കാട്. CPM 15, CPI 2, ജനതാദൾ S 2 ഉൾപ്പെടെ 19 സീറ്റാണ് ഇത്തവണ LDF-ന് ലഭിച്ചത്. കഴിഞ്ഞ ഭരണസമിതിയിൽ 3 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന UDF-ന് നിലവിൽ 12 അംഗങ്ങളുണ്ട്. കോൺഗ്രസിന് 8ഉം ലീഗിന് 4 മെമ്പർമാരുണ്ട്. പല്ലശ്ശേന ഡിവിഷനിൽ നിന്ന് വിജയിച്ച TM ശശി DYFI ജില്ലാ സെക്രട്ടറിയും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നെന്മാറ ഡിവിഷനിൽ നിന്ന് വിജയിച്ച KG എൽദോയാണ് UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എൽദോയ്ക്ക് 12 വോട്ട് ലഭിച്ചു. ജില്ലാ കളക്ടർ മാധവിക്കുട്ടി IAS ആയിരുന്നു വരണാധികാരി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ K സുരേഷിനെ തെരഞ്ഞെടുത്തു. പേരൂർ ഡിവിഷനിൽ നിന്നാണ് K സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി വിജയിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമാണ്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട K സുരേഷ് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്നു. ജനങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ജനങ്ങളാണ് ശക്തിയെന്നും K സുരേഷ് പറഞ്ഞു. എല്ലാ നിലയിലുമുള്ള സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന വികസന പരിപ്രേക്ഷ്യമാണ് പൊതുവെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതി എന്താണ്, സാധ്യതകൾ എന്താണ് എന്ന് ശരിയായി മനസ്സിലാക്കുകയും പരിമിതികളെ മറികടന്നുകൊണ്ട് സാധ്യതകളെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. UDF-ന് വേണ്ടി V മുരളീധരൻ മത്സരിച്ചു. PV സുമയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. കൈലാട് ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. CPM ചെറുവത്തൂർ ബ്രാഞ്ച് അംഗവും മഹിളാ അസോസിയേഷൻ കൈലാട് വില്ലേജ് സെക്രട്ടറിയുമാണ്. UDF-ന് വേണ്ടി രജിത നായർപറമ്പിലാണ് മത്സരിച്ചത്. ആകെ 17 ഡിവിഷനുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 14, UDF 3 എന്നിങ്ങനെയാണ് കക്ഷിനില. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ LDF-ലെ PP വിജയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ 11 വോട്ടുകൾ നേടിയാണ് PP വിജയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. LDF നേതാക്കൾ PP വിജയനെ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. രാവിലെ 10:30 റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാറിൻ്റെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. LDF-ലെ PP വിജയൻ, UDF-ലെ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, STPI-ലെ ജുനൈദ് എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഇതിൽ PP വിജയന് 11 വോട്ടുകളും UDF-ന് 7 വോട്ടുകളും STPI-ക്ക് 5 വോട്ടുകളുമാണ് ലഭിച്ചത്. UDF-ലെ ഒരു അംഗമായ റജില തറയിലിൻ്റെ വോട്ട് അസാധുവാകുകയായിരുന്നു. എന്നാൽ LDF-ലെ PP വിജയന് 11 വോട്ടുകൾ ലഭിച്ചതിനേക്കാൾ 2-3 സ്ഥാനക്കാരുടെ വോട്ടുകൾ കൂട്ടിയപ്പോൾ 12 വോട്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ 1-2 സ്ഥാനക്കാർ വീണ്ടും മത്സരിക്കുകയായിരുന്നു. ഈ വോട്ടിങ്ങിലും LDF-ലെ PP വിജയനും UDF-ലെ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും മാത്രമാണ് മത്സരിച്ചത്. PP വിജയന് 11 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDF-ലെ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് 8 വോട്ടുകളും കിട്ടി. STPI-യുടെ 5 അംഗങ്ങളുടെ വോട്ടുകൾ അസാധുവായി. അങ്ങനെ 11 വോട്ടുകൾ കരസ്ഥമാക്കി CPM-ലെ PP വിജയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാറിൻ്റെ സാന്നിധ്യത്തിൽ
PP വിജയൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഹമ്മദ് മുഹസിൻ MLA, NP വിനയകുമാർ, TB ഗിരീഷ്, TP രജീഷ്, പ്രശാന്ത് തുടങ്ങിയ നേതാക്കളും സഹപ്രവർത്തകരും പ്രസിഡന്റിനെ ഷാളണിയിച്ച് അഭിനന്ദിച്ചു. തുടർന്ന് ടൗണിൽ ആഹ്ലാദ പ്രകടനവുമുണ്ടായി. എല്ലാ വിഭാഗക്കാരെയും ഒപ്പം നിർത്തിക്കൊണ്ട് പൂർത്തീകരിക്കാത്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും അതോടൊപ്പം കൂടുതൽ സമഗ്ര വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയുമാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് PP വിജയൻ പറഞ്ഞു. അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നാണ് ആദ്യത്തെ നടപടി. അതിനോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ജലജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിച്ചിട്ട ഒരുപാട് റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകൾ. ആ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി പണി പൂർത്തീകരിക്കുക എന്ന 2 കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ 569 ആൾ ലൈഫിൽ ഇവിടെ എഗ്രിമെന്റ് വെച്ച ആളുകളുണ്ട്. പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാൻ പകുതിയായാലും നടക്കുന്നത്. അതും ലൈഫ് ഭവന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കും. അതിനോടൊപ്പം തന്നെ മനസ്സോടിച്ചിരി മണ്ണ് എന്ന ഒരു സംവിധാനത്തിൻ്റെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഭൂരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഓവല്ലൂരത്തെ ഒരു അംസ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ തന്നിട്ടുണ്ട്. അവിടെ ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലക്കിടി പേരൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PK ചിത്ര പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. PK ചിത്രയ്ക്ക് 15 വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി BJPയിലെ രമ്യാകൃഷ്ണന് 3 വോട്ടുകളാണ് ലഭിച്ചത്. ചിത്ര PK എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ലക്കിടി പേരൂരിൽ അകലൂർ ഈസ്റ്റ് വാർഡിൽ നിന്ന് LDF സ്വതന്ത്രയായി വിജയിച്ച PK ചിത്ര പഞ്ചായത്ത് പ്രസിഡന്റായി. LDFന് 15 വോട്ടുകൾ ലഭിച്ചു. BJPയിലെ രമ്യാകൃഷ്ണന് 3 വോട്ടാണ് ലഭിച്ചത്. UDFിലെ ലീഗ് അംഗം വൈകിയെത്തിയതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ലീഗ് അംഗവും സ്വതന്ത്രനായി വിജയിച്ച UP രവിയും വോട്ട് രേഖപ്പെടുത്തിയില്ല. S അജയ്കുമാർ, S ശിവരാമൻ, LC സെക്രട്ടറിമാരായ ഷിബു, സുരേഷ് എന്നിവരും LDF വിജയികളെ അനുമോദിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അനങ്കടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM അംഗം ഉഷ ഉദയകുമാറിനെ തിരഞ്ഞെടുത്തു. 9 വോട്ട് നേടിയാണ് ഉഷ ഉദയകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. UDF അംഗം നഫീസ ടീച്ചർക്ക് 7 വോട്ടുകൾ ലഭിച്ചു. P വിനോദാണ് ഉഷ ഉദയകുമാറിനെ നാമനിർദ്ദേശം ചെയ്തത്. മുൻ പ്രസിഡന്റ് P ചന്ദ്രൻ പിന്താങ്ങി. UDF അംഗം നഫീസ ടീച്ചറായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി. ഇബ്രാഹിം മേനകം നിർദ്ദേശിച്ച് റഹമത്ത് ബീബി ഇവരെ പിന്താങ്ങി. തെരഞ്ഞെടുപ്പിൽ ഉഷ ഉദയകുമാറിന് 9 വോട്ടുകളും നഫീസ ടീച്ചർക്ക് 7 വോട്ടും ലഭിച്ചു. ഒരു സീറ്റുള്ള BJP അംഗം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തെങ്കിലും വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട CPM അംഗം ഉഷ ഉദയകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ഉഷ ഉദയകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 2ാം വാർഡ് ഗണപതിപ്പാറ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഉഷ ഉദയകുമാർ മുൻ CDS ചെയർപേഴ്സൺ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര ഗ്രാമപഞ്ചായത്തിനെ KA വിനീത നയിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് വിനീത തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ LDFന് വൻ ഭൂരിപക്ഷമാണ്. ആകെ 15 സീറ്റിൽ 11 സീറ്റും LDF നേടിയിരുന്നു. വിനീത KA എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആകെ 15 അംഗങ്ങളിൽ 11 പേർ LDF അംഗങ്ങളാണ്. UDF 2ഉം BJPക്കും 2 അംഗങ്ങളാണ്. ഇവിടെ മത്സരമുണ്ടായില്ല. 6ാം വാർഡിൽ നിന്നും 161 വോട്ട് ഭൂരിപക്ഷം നേടിയാണ് വിനീത വിജയം നേടിയത്. KSKTU ഏരിയ കൺവീനർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, കുടുംബശ്രീ മുൻ ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഭർത്താവ് രാമൻ ചുമട്ടുതൊഴിലാളിയാണ്. മക്കൾ വിസ്മയ, വിഷ്ണു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ CPM-ലേക്ക് രാധാകൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 17 വോട്ടുകൾ നേടിയാണ് വിജയം. കണ്ണമംഗലത്ത് നിന്ന് വിജയിച്ച രാധാകൃഷ്ണൻ CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അമ്പലപ്പാറയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന് 17 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുമാണ് ലഭിച്ചത്. കണ്ണമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച് പഞ്ചായത്ത് അംഗമായ രാധാകൃഷ്ണൻ CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. മുരുക്കുംപറ്റ വാർഡിൽ നിന്നുള്ള പ്രതിനിധി KT ഷമീറാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തത്. കള്ളിക്കുന്ന് വാർഡിൽ നിന്നുള്ള അംഗം E രമേശ് പിന്താങ്ങി. BJP-യുടെ K സുകുമാരനെ മേലൂർ വാർഡിൽ നിന്നുള്ള G പ്രേമാനന്ദ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം CPM-ന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ TR ശശിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയായിരുന്ന TR ശശിക്ക് 7 വോട്ടും UDF സ്ഥാനാർത്ഥി ഹുസൈൻ ഷഫീഖിന് 5 വോട്ടും ലഭിച്ചു. യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. BJP-യിലെ 2 അംഗങ്ങൾ വിട്ടുനിന്നു. UDF-ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ധന്യ കൃഷ്ണദാസിന്റെ വോട്ട് അസാധുവായി. CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് TR ശശി. വരണാധികാരി മധുസൂദനൻ പുതിയ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി പ്രസിഡന്റിനെ സ്വീകരിച്ചു. പറയങ്കാട് 6-ാം വാർഡിൽ നിന്നും 29 വോട്ടിനാണ് TR ശശി വിജയിച്ചത്. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ പ്രസിഡന്റിനെ ഹാരാർപ്പണം നടത്തി. മുൻ ലോക്കൽ സെക്രട്ടറി, മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഭാര്യ സ്മിത നഗരിപ്പുറം സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ്. മകൻ അഭിറാം ബിരുദ വിദ്യാർത്ഥിയാണ്. 5 വർഷം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നും പ്രധാന പ്രശ്നമായ കുടിവെള്ളത്തിന് മുൻഗണന നൽകുമെന്നും പുതിയ പ്രസിഡന്റ് അഭിമുഖത്തിൽ പറഞ്ഞു. മനുഷ്യന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് കുടിവെള്ളം. കുടിവെള്ളം ജനജീവന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൽ 90% വീടുകളിൽ കണക്ഷനായി. ഇനി ഒരു 10% കൂടി കണക്ഷൻ കൊടുക്കാനുണ്ട്. അതിന് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ കുന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജനജീവന്റെ കുടിവെള്ള പദ്ധതി എത്തിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ ഒന്നാമത്തെ പരിഗണന കൊടുക്കുമെന്നാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് എനിക്ക് ആദ്യമായി ഈ മണ്ണൂരിലെ ജനങ്ങളോട് പറയാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ K ശ്രീജയെ തെരഞ്ഞെടുത്തു. 14 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ശ്രീജയെ അധ്യക്ഷനായത്. ത്രാങ്ങാലി 15-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവാണ്. BJP-യിലെ K ആശാദേവിയായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീജയുടെ എതിർ സ്ഥാനാർത്ഥി. ശ്രീജ 14 വോട്ടുകളും ആശാദേവി 6 വോട്ടും നേടി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റായി ശ്രീജ സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ ഫെബിൻ റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുൻ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു ഫെബിൻ റഹ്മാൻ. ആകെ 14 സീറ്റുള്ള കേരളശ്ശേരിയിൽ 12 സീറ്റിലും LDF വിജയിച്ചിരുന്നു. യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഫെബിൻ റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തലക്കശ്ശേരി 12-ാം വാർഡിൽ നിന്നും 59 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷനായിരുന്നു. DYFI മേഖലാ ട്രഷറർ, ബ്രാഞ്ച് സെക്രട്ടറി, LC അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. 29-കാരനായ ഫെബിൻ റഹ്മാൻ DYFI മേഖലാ ട്രഷറർ, ബ്രാഞ്ച് സെക്രട്ടറി, LC അംഗം
എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആകെ 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 12 അംഗങ്ങൾ CPM-ൻ്റേതാണ്. BJP-ക്ക് 2 അംഗങ്ങളും ഇവിടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി ജയം നേടി UDF. LDF-നും UDF-നും തുല്യ സീറ്റുള്ള പഞ്ചായത്തിൽ LDF-ലെ ഒരു അംഗം UDF-ന് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തിയോടെ UDF-ലെ T. ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട T. ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 24 സീറ്റുകൾ UDF-ഉം LDF-ഉം തുല്യ സീറ്റുകൾ നേടിയതിലൂടെ ഭരണപ്രതിസന്ധിയായിരുന്നു ഇവിടെ. തുടർന്ന് 27 നടന്ന തെരഞ്ഞെടുപ്പിൽ 20-ാം വാർഡിൽ നിന്നും വിജയിച്ച T. ഗോപാലകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായും CPM സ്ഥാനാർത്ഥിയായി നന്ദകുമാറുമായിരുന്നു മത്സരരംഗത്ത്. ഫലം പുറത്തു വന്നതോടെ 13 വോട്ടുകൾ T. ഗോപാലകൃഷ്ണന് ലഭിച്ചു. LDF-ലെ ഒരു അംഗം കൂറുമാറി വോട്ട് ചെയ്തതോടെ T. ഗോപാലകൃഷ്ണൻ ചേലക്കരയുടെ പ്രസിഡന്റായി. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നന്ദകുമാറിന് 11 വോട്ടുകളും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി BJP-ക്ക് പ്രസിഡന്റ് സ്ഥാനം. 5-ാം വാർഡിൽ നിന്ന് വിജയിച്ച ബിന്ദു പ്രസിഡന്റായി അധികാരമേറ്റു. ബിന്ദു PA എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയെയും വിശ്വാസത്തോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. BJP-ക്ക് 10 സീറ്റ് ലഭിച്ച അകത്തേത്തറ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദുവാണ് പ്രസിഡന്റായി അധികാരമേറ്റത്. അകത്തേത്തറ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് BJP അധികാരത്തിലെത്തുന്നത്. BJP 10, LDF 8, UDF 1 എന്നിങ്ങനെയാണ് കക്ഷിനില. CPM-ൻ്റെ ശക്തി കേന്ദ്രമായ മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് അകത്തേത്തറ. ഈ പഞ്ചായത്തിൽ BJP അധികാരത്തിലെത്തിയത് പാർട്ടി കേന്ദ്രങ്ങളിൽ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. ജില്ലയിൽ UDF മുന്നേറ്റമുണ്ടാക്കിയപ്പോഴും അകത്തേത്തറ പഞ്ചായത്തിൽ UDF-ന് ലഭിച്ചത് ഒരു സീറ്റ് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി ഇടതു പ്രസിഡന്റ്. AV ഗോപിനാഥ് പരാജയപ്പെട്ടതോടെ AV ഗോപിനാഥ് ഇല്ലാത്ത ആദ്യത്തെ ഭരണസമിതിയായും പെരിങ്ങോട്ടുകുറിശി മാറി. LDF-ലെ MP പ്രമോദ് 7-നെതിരെ 9 വോട്ടുകൾ നേടിയാണ് ഇവിടെ പ്രസിഡന്റായത്. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി 50 വർഷത്തിനിടയിൽ ഇടതു പ്രസിഡന്റ്, അതും AV ഗോപിനാഥ് ഇല്ലാത്ത ആദ്യത്തെ ഭരണസമിതി. കോൺഗ്രസ് വിട്ട് ഇടതു ചേരിയിലെടുത്ത് സ്വതന്ത്രമായി പാർട്ടി രൂപീകരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുൻ MLA-യും മുൻ DCC പ്രസിഡന്റുമായ AV ഗോപിനാഥിന് കാര്യമായ നേട്ടങ്ങളുണ്ടാക്കാനാവാത്തതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഗോപിനാഥ് രൂപീകരിച്ച IDF സ്വതന്ത്ര വികസന മുന്നണി LDF-മായി ചേർന്ന് സീറ്റ് പങ്കിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 18 വാർഡുകളുള്ളതിൽ 11 വാർഡുകളിൽ IDF-ഉം 7 സീറ്റിൽ CPM-ഉമാണ് മത്സരിച്ചത്. പക്ഷേ 11 സീറ്റിൽ മത്സരിച്ച ഗോപിനാഥിൻ്റെ പാർട്ടിക്ക് വെറും 3 സീറ്റേ ലഭിക്കാനായുള്ളൂ. എന്നാൽ 7 സീറ്റിൽ മത്സരിച്ച CPM 5 സീറ്റിലും വിജയിച്ച് നേട്ടമുണ്ടാക്കി. ഗോപിനാഥ് ഉൾപ്പെടെ പ്രഗത്ഭർ പരാജയപ്പെടുകയും ചെയ്തു. ഇവിടെ കോൺഗ്രസ് 7 സീറ്റ് നേടി. CPM-ൽ നിന്നും അകന്ന് സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച 8-ാം വാർഡ് അംഗം ഗ്രീഷ്മ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണച്ചതിലാണ് LDF-ന് ഭരണം പിടിക്കാനായത്. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ 16-ാം വാർഡ് അംഗവും CPM-കാരനുമായ AP പ്രമോദ് 7-നെതിരെ 9 വോട്ടുകൾ നേടി പ്രസിഡന്റായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. SDPI പിന്തുണയിൽ കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ. UDF-ലെ AM നിതീഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF-ന് 5 സീറ്റും LDF-ന് 6 സീറ്റും SDPI-ക്ക് 2 സീറ്റും BJP-ക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നു. SDPI മെമ്പർമാരായ ഷാമില കബീർ, ഷഹീദ് എന്നിവർ UDF-ന് വോട്ട് ചെയ്തു. ഇതോടെയാണ് UDF അധികാരത്തിലെത്തിയത്.
കഴിഞ്ഞ 25 വർഷത്തോളമായി LDF ആണ് ചൊവ്വന്നൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. SDPI പിന്തുണയോടെ UDFിലെ AM നിതീഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയികളായ ജില്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ആദരിച്ചു. മങ്കരയിൽ നടന്ന ചടങ്ങ് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നല്ല പടക്കമുള്ള ബ്ലോക്കാണ്. പല ഘട്ടത്തിലും പറളി ഭരിച്ചിട്ടുണ്ട്, മണ്ണൂർ ഭരിച്ചിട്ടുണ്ട്, കേരളശ്ശേരി ഭരിച്ചിട്ടുണ്ട്. മങ്കരത്തിന്റെ കോൺഗ്രസ് കോട്ടയാണ്. നിങ്ങൾ പ്രാരി പോലെ ഐസ് പോലെ ആക്കരുത്. മങ്കര എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ഇപ്പല്ല സുദ്ര മത്സരിക്കുമ്പോൾ BJP വിജയ മത്സരിക്കുമ്പോൾ എന്നെങ്കിലും 5 വോട്ട് കിട്ടുന്ന ലീഡ് കിട്ടുന്ന ഒരു പഞ്ചായത്ത് മങ്കരയാണ്. പക്ഷെ എവിടെയോ ഒരു പാടിച്ചു വരുന്നത് ഭരണം കിട്ടുമ്പോഴാണ് പാടിച്ചത് തോന്നുന്നത്. അതില്ലെങ്കിൽ നല്ല ഭൂരിപക്ഷം വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കവിതാ മണികണ്ഠൻ, മങ്കര മണ്ഡലം പ്രസിഡന്റ് N. അച്യുതൻകുട്ടി, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൾ സത്താർ എന്നിവർ സംസാരിച്ചു. N. അച്യുതൻകുട്ടി സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി ഷംസുദ്ദീൻ മങ്കര നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര രാധാകൃഷ്ണൻ, മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VR രമേശ്, KC സന്തോഷ്, പറളി പഞ്ചായത്ത് അംഗങ്ങളായ ഗുരുവായൂരപ്പൻ, ഹക്കീം, ആനന്ദ്, രമ്യ, സുകുമാരൻ, മണ്ണൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, നൂർജഹാൻ, നസീമ റിയാസ് എന്നിവരെയാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉപഹാരം നൽകി ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 9 കിലോ കഞ്ചാവ് പിടികൂടി. സ്റ്റേഷനിലെത്തിയ എക്സ്പ്രസ് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും ബാഗിലാക്കി സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ്. ശനിയാഴ്ച രാവിലെ 11:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ചെന്നൈ മംഗലാപുരം എഗ്മോർ എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പരിശോധനയ്ക്കിടെ പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസിനും RPFനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ബാഗിൽ പൊതികളാക്കി സൂക്ഷിച്ചിരുന്ന 9.1 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസും RPF ഡാൻസ് ആപ്പ് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കഞ്ചാവ് പിടികൂടിയുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടാനായില്ല. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഇന്ന് നമ്മുടെ ഷൊർണൂർ റെയിൽവേ പോലീസും പാലക്കാട് റെയിൽവേ പോലീസിന്റെ ഡാൻസ് ടീമും RPFന്റെ CIB ടീമും ഇന്റലിജൻസ് വിഭാഗം കൂടി ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തിയില്ലേ. ഇന്ന് ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോയിട്ടുള്ള എഗ്മോർ വണ്ടിയിൽ നിന്ന് 9 കിലോ 160 ഗ്രാമോളം സ്വർണം കഞ്ചാവ് നമ്മളെ പിടിച്ചെടുക്കുന്നു. പ്രതിക്കായുള്ള തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കും. വരുന്ന ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാവും. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ഭാഗമായിട്ടുള്ള ലഹരിക്കടത്ത് തടയുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ ഉന്നമനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പ് മണ്ണൂർ MCBUP സ്കൂളിൽ തുടങ്ങി. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഹുസൈൻ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ N. രാജേഷ് ക്യാമ്പ് സന്ദേശം നൽകി. പ്രോഗ്രാം ഓഫീസർ PS. അനില പദ്ധതി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് P. ബാബു, പത്തിരിപ്പാല ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് V. സുരേന്ദ്രൻ, MPTA പ്രസിഡന്റ് CB. കാവ്യ, PTA വൈസ് പ്രസിഡന്റ് K. നിഷ, പ്രിൻസിപ്പൽ KR. കർപ്പകം, സ്കൂൾ പ്രധാനാധ്യാപിക L. സവിത, സ്റ്റാഫ് സെക്രട്ടറി M. രതീഷ്, R. അജിത, G. ഷിബു നായർ, സാഹിത്യകാരൻ മുരളി മണ്ണൂർ, PS. അഭിനവ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KR. കർപ്പകം സ്വാഗതവും വോളണ്ടിയർ ലീഡർ KR. അശ്വയിക നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ വിളംബര ജാഥ, ലഹരി വിരുദ്ധ കമ്മ്യൂണിറ്റി കാൻവാസിംഗ്, ഉൽപ്പന്ന നിർമ്മാണം, പരിസ്ഥിതി സംരക്ഷണം, കരുതൽ കവചം, വിത്തും കൈക്കൂട്ടും, എയ്ഡ്സ് ബോധവൽക്കരണം, മ്യൂസിക് തെറാപ്പി, ഊർജ സംരക്ഷണ യാത്ര, സാംസ്കാരിക യാത്ര, ഹരിതകർമാംഗങ്ങൾക്ക് ആദരം, ജീവിതശൈലി രോഗങ്ങൾ ക്ലാസ്, സ്നേഹാങ്കണം തുടങ്ങി നിരവധി പരിപാടികൾ ക്യാമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ്. LDFിലെ TM ശശി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ CPMലെ K. സുരേഷ്. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുത്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അപ്രതീക്ഷിതമായി UDF. LDFനും UDFനും തുല്യ സീറ്റുള്ള പഞ്ചായത്തിൽ ഒരു LDF അംഗം UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി BJPക്ക് പ്രസിഡന്റ് സ്ഥാനം. SDPI പിന്തുണയോടെ കാൽനൂറ്റാണ്ട് LDF ഭരിച്ച ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ. പെരിങ്ങോട്ടുകുരിശിയിൽ ചരിത്രത്തിലാദ്യമായി ഇടത് പ്രസിഡന്റ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട.
സ്റ്റേഷനിലെത്തിയ എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 9 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് പിടികൂടിയത് റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.